ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ സ്മാർട്ട് ഫോൺസ് ഉണ്ടാവും. സ്മാർട്ട് ഫോൺസിൽ ഇൻബിൽറ്റ് ആയിട്ടൊരു ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ടാവും. പക്ഷേ ആ ഒരു ക്യാമറ ആപ്ലിക്കേഷൻസിൽ എല്ലാത്തരം സെറ്റിങ്സ് ഉണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സ്മാർട്ട് ഫോൺസും ഉണ്ടാവില്ല. പല ആപ്ലിക്കേഷനും പ്രോ മോഡ് കാണത്തില്ല. പല ആപ്ലിക്കേഷനും അതേപോലത്തെ ഒരുപാട് മോഡുകളൊന്നും നമ്മുടെ ഡിഫാൾട്ട് ക്യാമറ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്യാമറ എന്ന് പറയുന്നത്. പക്ഷേ ഗൂഗിൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പലർക്കും പല പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ഗൂഗിൾ ക്യാമറ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് നോക്കണം. രണ്ടാമത്തത്, ഏത് വെർഷനാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കണം. അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാരണമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ക്യാമറയുടെ തന്നെ ഒരുപാട് വെർഷൻസ് ഉണ്ട്. ഈ ഒരു ഗൂഗിൾ ക്യാമറ എന്നത് പേര് പോലെ തന്നെ ഗൂഗിൾ ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ്. പക്ഷേ നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കത്തില്ല. പല ആൾക്കാരും ഇതിൽ ഓരോ മോഡിഫിക്കേഷൻസ് നടത്തിയിട്ട് അത് പല വെർഷൻസായിട്ടാണ് ഇറക്കുന്നത്. അതായത് ഓരോ സ്മാർട്ട് ഫോൺസിനനുസരിച്ച് അവർ ഇറക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഏത് സ്മാർട്ട് ഫോണിന് ഏത് വെർഷനാണ് വേണ്ടതെന്നുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ ക്യാമറ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നും, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഗൂഗിൾ ക്യാമറ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നും നിങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് നിങ്ങളുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് Gcam എന്നാണ്. ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ക്യാമറ ടു API എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനേബിൾഡ് എന്ന് കാണിച്ചിരിക്കുന്നത്. അതായത് എൻ്റെ സ്മാർട്ട് ഫോണിൽ ക്യാമറ ടു API ഇനേബിൾഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ ക്യാമറ വർക്ക് ചെയ്യുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഡിസേബിൾ എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ ക്യാമറ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകാം. യുവർ ഗൂഗിൾ ക്യാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്മാർട്ട് ഫോണിന് ആവശ്യമായിട്ടുള്ള ഏത് വെർഷനാണ് ഗൂഗിൾ ക്യാമറ വേണ്ടത് അതിവിടെ കാണിച്ചു തരും. ജസ്റ്റ് താഴെ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് അലോത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൂഗിൾ ക്യാമറ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വരും. ഇത് ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതേപോലെ ഇപ്പുറത്ത് ഗൂഗിൾ ക്യാം ഡേറ്റാബേസ് കിടപ്പുണ്ട്. അവിടെ നിങ്ങൾക്ക് പല സ്മാർട്ട് ഫോൺസിൻ്റെയും ഏതൊക്കെ ഗൂഗിൾ ക്യാമാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ഇച്ചിരി താമസിച്ചത്. ഇവിടെ നിങ്ങൾക്ക് ഓരോ സ്മാർട്ട് ഫോൺ വീസിട്ട് ഗൂഗിൾ ക്യാമറയുടെ കാര്യം ഡീറ്റെയിൽസൊക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗൂഗിൾ ക്യാമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 115 MB ഉണ്ട്. ഞാൻ ഡൗൺലോഡിങ് പ്രോഗ്രസ് ആണ്. ഞാൻ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.